ഇതുപോലത്തെ റോഡ് കേരളത്തിൽ വേറെ എങ്ങും ഉണ്ടായോ? ഒന്ന് റെഡിയാക്കാൻ എന്തെങ്കിലും ഒരു കൂടി ഒന്ന് മാറ്റി തരാൻ എല്ലാവർക്കും. കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോകാനൊക്കെ എന്നാ ബുദ്ധിമുട്ടാണെന്ന് അറിയാവാ? ഈ റോഡിന്റെ കിടപ്പ് കണ്ട ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്തിനാ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഒരു കുഴി അടയ്ക്കാൻ എത്ര നേരം വേണമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വണ്ടിയുടെ ക്ലച്ച് മുഴുവൻ ആരോട് പറയാൻ ഈ ഡീസൽ കത്തി അതിന്റെ മുഴുവൻ തീരെയാണ്. ഇതിന്റെ കൂടി ടാക്സ് സർക്കാർ കിട്ടുമല്ല, ഡീസൽ കണ്ടുവേണം കത്തിയാൽ. അതാ അവരുടെ നേട്ടം നോട്ടോ. അതാണ് തന്നെ ടാക്സ് പിരിക്കുന്നതിന് എന്തെങ്കിലും കുറവുണ്ടാ? ഒരു കുറവുമില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 1.5 മണിക്കൂർ ഞാൻ ഇടയാഴം മുതൽ കിടക്കുക. ഒരു അത്യാവശ്യം ഒരു രോഗിയെ കൊണ്ടുപോകാനുള്ള അവസ്ഥ എന്തായിരിക്കും? വളരെ മോശം. അല്ലെങ്കിൽ നേരയുടെ പാലം ഓപ്പണായ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് വെച്ചിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം തണ്ണീർമുക്കം ബണ്ടിലാണ്. ഈ പാലത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് വലിയ ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. നിത്യേന ഇവിടെ ഈ സ്ഥിതി തന്നെയാണെന്നാണ് ഇവിടെയുള്ള ഓരോരുത്തരും പറയുന്നത്. ഇവരുടെ എല്ലാവരുടെയും പ്രതികരണം, ഇതിനുള്ള കാരണവും എന്താണെന്ന് ഇവിടെയുള്ള ഓരോരുത്തരോടും നമുക്ക് തന്നെ ചോദിച്ചറിയാം. 1.5 മണിക്കൂറായി ഹോസ്പിറ്റലിൽ പോവാണ്. കുറെ നേരം 1.5 മണിക്കൂറായിട്ട് അവിടെ കിടക്കുക. ഇല്ല, ഞങ്ങള് ഫസ്റ്റ് ടൈം വരുന്നത്. ഇപ്പം നെഹ്റു ഗ്രൂപ്പ് വെള്ളംകളിയുടെ ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു കൊക്കക്കോളയായിട്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടി വന്നത്. രാവിലെ ഇവിടെ ഒരു 20-25 മിനിറ്റ് കിടന്നു. തിരിച്ചും സെയിം അവസ്ഥ. അവിടെ ഈ പാലത്തിലാണ് കൂടുതൽ ഇത് ചെയ്തത്. റോഡ് മോശമാണ്, വളരെ മോശമാണ്. സെറ്റ് ആവാനുണ്ട് പോലെ കിടക്കുന്നത്. ഈ റോഡ് തന്നെ കണ്ട എല്ലാവരും കൂടി പോകുന്നുണ്ട്. വർഷങ്ങളായിട്ട് സാധനം കൊണ്ടുപോയി വന്നുപോയി അങ്ങോട്ടേക്ക് അത് ആലപ്പുഴ കോട്ടയം കാണിച്ചിടാൻ ഒരു പ്രയോജനമില്ല. പല ഭരണം മാറി മാറി വന്നു, ഒരു പ്രയോജനമില്ല. എന്താണ് ഈ സാധനം കാണിച്ചത്? സന്തോഷം വന്ന തീറ്റവും ഒരു പ്രയോജനത്തിൽ വെറും സ്ഥിരം ഇതിനകത്തൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവിടെ കുഴി കാരണം ഒരു രക്ഷയില്ലായിരിക്കുമായിരുന്നു. ഇപ്പൊ ഇതുപോലത്തെ ഒരു ബ്ലോക്ക് വെച്ചുപള്ളി പെരുന്നാളിന് പോലും ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ബ്ലോക്കാണ് ഇത്. ഇത്രയും പെട്ടെന്ന് മന്ത്രിയെ അറിയിക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ടൊന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളായിട്ടൊന്ന് ചെയ്തു തന്നാൽ വലിയ ഉപകാരം. പിന്നെ കുറെ നേരം ഞങ്ങൾ 1 മണിക്കൂറൊക്കെ എടുത്ത് വേണമെന്ന് അപ്പുറത്തേക്കൊന്ന് കിടക്കണമെങ്കിൽ. ആംബുലൻസ് പോണതാണ്. ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഈ വീഡിയോ സജഷൻ ഭരിക്കാൻ കയറില്ല. പിന്നെ എങ്ങനെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇത് ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ. എന്തൊരു കുഴിയാണ്. ടാക്സ് പിരിക്കുന്നതിന് എന്തെങ്കിലും കുറവുണ്ടാ? ഒരു കുറവുമില്ല. എത്ര നേരമായി ഞങ്ങൾ ആ തണ്ണീർക്കം തൊട്ട് ഞങ്ങൾ കിടക്കുന്നുണ്ടെന്ന് അറിയാവാ? ഇത്രയും ബ്ലോക്കല്ല. അപ്പൊ അതുകൊണ്ട് പെട്രോളും കുറവാണ്. വളരെ ശോകമാണ്. രക്ഷയില്ല. റോഡിന്റെ പ്രശ്നം കൂടിയാണ്. അവിടെ തൊട്ട് അനുഭവിക്കുന്നത്, എറണാകുളത്ത് അനുഭവിക്കുന്നതാണ്. ബ്ലോക്ക് നല്ല ബ്ലോക്കാണ്. കുറെ നേരമായി അരമണിക്കൂർ കൂടുതലായി കിടക്കുക. ഇടയാഴം മുതൽ തുടങ്ങിയ ബ്ലോക്കാ. ഇടയാഴം മുതൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സൈഡ് വലിയ കുഴപ്പമില്ലാണ്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 1.5 മണിക്കൂർ ഞാൻ ഇടയാഴം മുതൽ കിടക്കുക. ഒരു അത്യാവശ്യം ഒരു രോഗിയെ കൊണ്ടുപോകാനുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു കൊടുക്കും. മണിക്കൂറായി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു പയ്യെ. ഒരു രക്ഷയില്ല. 1 മണിക്കൂറായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. മരുന്നൊക്കെ പെട്ടെന്ന് കിട്ടി. പക്ഷെ ഈ യാത്ര ഭയങ്കരമായിപ്പോയി. റോഡ് മുഴുവൻ കുഴിയല്ലേ, മുഴുവൻ കുഴിയായിട്ട് കിടക്കുക. ഞങ്ങൾ ഓട്ടോക്കാർക്ക് ഒരു രക്ഷയില്ല ഓടിക്കാൻ. ഞങ്ങൾ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഓടുന്നു. റോഡ് ഭയങ്കര കുഴിയല്ലേ. നമ്മുടെ ഫ്രണ്ട് വണ്ടി കിടക്കണ എല്ലാ വണ്ടിയും ബ്ലോക്കായി കിടന്നു പോകും. അതാണ് അവസ്ഥ. പോയി കിടക്കുക. അവർ വന്ന് ഒരു കൂമ്പല വന്ന് പലപ്പോഴും പലരും ചെയ്തു പോകും. അങ്ങനെ കിടന്നിട്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇപ്പോൾ ഒരു ആശുപത്രി കേസ് കിട്ടാൻ ഒരു രക്ഷയില്ല. കാരണം ഇന്ന് ആംബുലൻസൊക്കെ മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് പോയത്. ആംബുലൻസ് കുറേ നേരം കഴിഞ്ഞിട്ട് റോഡ് ഇത് മൊത്തം ടാറ് പൊളിച്ചിട്ട് രണ്ടാമത് 40 കൊല്ലം കഴിഞ്ഞ് ടാറിങ്. അത് ഇവിടുത്തെ ഒരു 38 കൊല്ലമായി ഇവിടുത്തെ ടാറിങ്. അവിടുത്തെ ഒരു 55 കൊല്ലമായിട്ടുണ്ട് ടാറിങ് കഴിഞ്ഞിട്ട്. ആദ്യം പാലം പണിത് ആ ടാറിങ് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് കളിക്കുക. അതുപോലെ ഈ അടിയത്തെ ഈ പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റ് വീതി കൂടിയ പ്ലേറ്റ് വെക്കണം. എന്നാലും അല്ലെങ്കിൽ ഉറങ്ങിട്ട് പോകും. അത് കാരണം വണ്ടിക്കാർക്കൊന്നും രക്ഷയില്ല. ഇപ്പോൾ 5 മണിക്കൂറൊക്കെ ഉണ്ടാവും രണ്ട് പോണത്. രാവിലെ മേലെ ബ്ലോക്ക് ആയിക്കോടൊക്കെ. പാലത്തിൻ്റെ അടി പിന്നെ കോൺക്രീറ്റ് കുത്താൻ തുടങ്ങി പഴയ പാലത്തിൻ്റെ. അതെന്ന് പറഞ്ഞാൽ പിന്നെ പഴയ പാലം വണ്ടി ഓടി ഇരുന്ന് ടാറ് പോയി കഴിഞ്ഞാൽ പാലം പാർക്കൽ മാത്രമേ ആയി. അതാണ് ഏറ്റവും വലിയ. അത് പാലത്തിൻ്റെ ഇങ്ങനെ നടന്ന് പോകും, കണ്ട് കളി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കര പാടാണ്. ഈ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോകാനൊക്കെ എന്നാ ബുദ്ധിമുട്ടാണെന്ന് അറിയാവാ? പിന്നെ 1 മണിക്കൂറായി ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് പോണല്ലേ. വളരെ മോശം. ഇതുപോലത്തെ റോഡ് കേരളത്തിൽ വേറെ എങ്ങും ഉണ്ടായോ? ഞാൻ വർഷങ്ങളായിട്ട് ഈ റോഡേ പോണേ. ഒരു ബണ്ട ലോഡ് വാങ്ങിയാണ് കിടക്കണത്. വെയിറ്റ് വാങ്ങി കിടക്കുന്ന വണ്ടികൾ കിലോമീറ്ററുകളോളം. അത് മുഴുവൻ താങ്ങണേ ബണ്ടാ. ഭയങ്കര കുഴിയാണ് ഇവിടെ. ഡെയിലി ഇത് തന്നെ. ഇത് ചെയ്യാൻ ഒന്ന് റെഡിയാക്കാൻ എന്തെങ്കിലും ഒരു കൂടി ഒന്ന് മാറ്റി തരാൻ എല്ലാവർക്കും. ഞാൻ ഈ ബ്ലോക്ക് കാരണം കക്കാർച്ചി പോലും തീരുന്നില്ല. ഒരു രക്ഷയില്ല ഇവിടെ.
ബ്ലോക്ക് ഇന്നലെ 2 MLA-മാരോട് വന്നിട്ടുണ്ടായിരുന്നു. ആ ജനറൽ MLA-യും വൈക്കം MLA-യും വന്ന് സ്ഥിതിഗതികളൊക്കെ അവർ കണ്ടു ബോധ്യപ്പെട്ട് പോയിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 150-200 ആംബുലൻസ് ഒരു ദിവസം ഇവിടെ പോകുന്നത്. അപ്പോൾ ആരും റോഡില്ലാത്തതാണ് ഏറ്റവും വലിയ ദുരിതം. മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. റോഡ് ഇപ്പം അല്ലെങ്കിൽ നമുക്ക് പാലം റോഡുണ്ടായിരിക്കണം. പാലം റോഡില്ലല്ലോ. അതിൻ്റെ അല്ലെങ്കിൽ നേരയുടെ പാലം ഓപ്പണായാൽ ഇവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വൺ സൈഡ് വെച്ചിട്ട് നമുക്കത് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ പോയി. ഇനിയിപ്പം 1-ാം തീയതി തൊട്ട് പെരുന്നാൾ തുടങ്ങിയ അപ്പുറത്ത് വെച്ചുപള്ളി. അപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ സ്ഥിതി. ഈ ഓണത്തിൻ്റെ തിരക്കൂടി ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഈ റോഡിന്റെ കിടപ്പ് കണ്ട ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്തിനാ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഒരു കുഴി അടയ്ക്കാൻ എത്ര നേരം വേണമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 1 മണിക്കൂറത്തെ പണി ശരിക്കും ഇതിപ്പോ ഒരു രാത്രി കൊണ്ട് റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിപ്പോ എത്ര പേരെ ബുദ്ധിമുട്ടിക്കുന്നു ഈ ട്രാഫിക്. രാവിലെ വന്നപ്പോഴും ഒരു 1.5 മണിക്കൂർ കൂടെ കിടന്ന് തിരിച്ചു പോകുമ്പോഴും 1.5 മണി. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് അറിയില്ല. തൊഴിലായിട്ട് മാസങ്ങളായി റോഡിങ്ങനെ ആരോട് പറയാൻ കാലും കൈ വണ്ടിയുടെ ക്ലച്ച് മുഴുവൻ കത്തി കരിഞ്ഞ മണമായി. ആരോട് പറയാൻ എന്ത് ചെയ്യാനാ? ഇവിടെ കണ്ടില്ലേ അപ്പുറം അങ്ങേറ്റവും ആ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഈ ചേട്ടൻ കുറെ നേരമായോ ഇവിടെ? ഞാനൊരു 1 മണിക്കൂറായി ഇവിടെ. അവിടെ വണ്ടി നിർത്തി ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കുഴി അടയ്ക്കാൻ പോലേ ഒരു പൈസ ഇല്ല കേരള ഗവൺമെന്റ്. നമുക്ക് വലിയൊരു പരാതിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി മുഴുവൻ കുഴിയാണ്. അപ്പോൾ അത് കാരണം വണ്ടിക്ക് ഒരുമാതിരി സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളിപ്പോൾ വരുമ്പോഴത്തേക്കിന് കുമരകം തൊട്ടുള്ള ബ്ലോക്കാണ്. തിരിച്ച് കോട്ടയത്ത് പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. തിരിച്ച് വന്നപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ പാലത്തേക്ക് ഉള്ള ഒത്തിരി കുഴികളുണ്ട്. ആ കുഴികൾ ആദ്യം നന്നാക്കണം. എന്നാലേ വണ്ടിക്ക് ഒരുമാതിരി സ്പീഡിലെങ്കിലും പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 3 ഈ നടുക്ക് കാണുന്ന പാലത്തിന് മാത്രമേ കുഴിയില്ലാതുള്ളൂ. ബാക്കി എല്ലായിടത്തും നല്ല കുഴിയാണ്. അപ്പോൾ ബ്ലോക്ക് പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ ഈ വഴിയുടെയും കൂടെ ഉണ്ടാവും. അപ്പോൾ അധികാരികൾ എന്താണെങ്കിലും ഈ വഴീനെ ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. എന്നാലും ബ്ലോക്ക് മാറിക്കിട്ടും. ഈ ഡീസൽ കത്തി അതിൻ്റെ മുഴുവൻ തീരെയാണ്. ഇതിൻ്റെ കൂടി ടാക്സ് സർക്കാരിന് കിട്ടുമല്ല ഡീസൽ കൺട്രിബ്യൂഷൻ കത്തിയാലും. അതാ അവരുടെ നോട്ടം. അതാണ് തന്നെ ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഓരോ യാത്രക്കാരും പറയാനുള്ളത് ഇവിടെയുള്ള ഓരോ കുണ്ടും കുഴികളെയും കുറിച്ച് തന്നെയാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ചാണ് ഇവിടെയുള്ള ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, 2 ഗവൺമെന്റ് മാറി മാറി ഭരിച്ചിട്ടും ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു അറുതിയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പെരുന്നാൾ അതുപോലെ തന്നെ ഓണം എന്നിങ്ങനെയുള്ള ആഘോഷങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതിനേക്കാളും ഇരട്ടി ബ്ലോക്കാണ് വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഈ പാലത്തിന് എത്രത്തോളം ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ തരണം ചെയ്യാൻ പറ്റും, എത്രത്തോളം താങ്ങി പിടിക്കാൻ പറ്റും എന്നുള്ളത് വളരെ സംശയപരമായ ഒരു ചോദ്യം തന്നെയാണ്. അത് മാത്രമല്ല അതിൻ്റെ ശോചനീയാവസ്ഥ അവിടെ വരുന്ന ഇപ്പോൾ ആ പാലത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ മരങ്ങളെല്ലാം മുളച്ചു വരുന്ന ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഒരു ദുരന്തത്തിന് ശേഷം അവിടെ ദുരന്തം അനുഭവപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അത് പരിഹരിക്കുന്നതിനേക്കാൾ എത്രയും നല്ലത് ആ കാശ് വെച്ച് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നത് തന്നെയാണ്. ഇനിയും അധികാരികൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇവിടെയുള്ള ഓരോ നാട്ടുകാരെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡിലൂടെ പോകുന്ന ഓരോരുത്തർക്കും അനുഭവപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നടപടി എടുക്കുക തന്നെ വേണം.